നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ മുഖ്യമന്ത്രി ബന്ധം. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനവുമായി മുന്നോട്ട് പോകാനായിരുന്നു പിണറായി സർക്കാരിൻ്റെ പ്ലാൻ. പുതിയ ഗവർണറെ രാജ്ഭവനിലെത്തി സന്ദർശിക്കുന്നു, ഇരുകൂട്ടരും ഒന്നിച്ച് നടക്കാമെന്ന് പറയുന്നു, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. മാത്രമല്ല, സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഒരു തണുപ്പൻ മട്ട് അല്ലെങ്കിൽ ഒരു മഞ്ഞുരുകുന്ന തരത്തിലുള്ള ഒരു നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പുതിയതായി വന്ന ഗവർണറുമായി ഒരു യുദ്ധത്തിന്, ഒരു അംഗപ്പുറപ്പാടിന് തയ്യാറല്ല എന്ന രീതിയിലായിരുന്നു സർക്കാരിൻ്റെ ഓരോ നീക്കവും. പക്ഷേ എല്ലാം മാറി മറിയുന്നു. ഗവർണർ സർക്കാർ പോരിലേക്ക് നീങ്ങാവുന്ന ചില വിഷയങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഗവർണർ സർക്കാർ പോരിന് കാഹളം മുഴങ്ങിയിരിക്കുന്നോ എന്ന ചോദ്യവും ഇവിടെ ശക്തമാവുകയാണ്. ഭാസ്കര കാർണവർ വധക്കേസിലെ ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്ത് പ്രതി ഷെറിനെ മോചിപ്പിക്കാനുള്ള ക്യാബിനറ്റ് ശുപാർശയിൽ ഗവർണർ 2-ാം തീയതി രാജ്ഭവനിൽ തിരിച്ചെത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും. സർക്കാരിനെ ഈ വിഷയത്തിൽ എതിർക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കാത്ത നിലപാട് തന്നെ ഗവർണർ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശുപാർശ അംഗീകരിക്കരുതെന്ന് രമേശ് ചെന്നിത്തലയടക്കം നൽകിയ പരാതികളും ഗവർണർ ആർലേക്കർ പരിഗണിക്കും. ഗോവയിലുള്ള ഗവർണർ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷം ഞായറാഴ്ചയാണ് തലസ്ഥാനത്തെത്തുക. അദ്ദേഹം എത്തിയ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കും. പരാതികൾ സർക്കാരിന് അയച്ച് വിശദീകരണം തേടുക എന്നതിനും സാധ്യതയുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിൽ മോചിതരാക്കാനുള്ള നീക്കത്തിന് മുന്നോടിയായാണ് കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത് എന്ന സംശയം ശക്തമാണ്. ഈ ഒരു സംശയം ഉള്ള സാഹചര്യത്തിൽ ഷെറിന്റെ ഫയൽ ഗവർണർ ഒപ്പിട്ടേക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകി ജയിൽ മോചിതയാക്കാനുള്ള സർക്കാർ ശുപാർശയിൽ കൂടുതൽ വിശദീകരണം തേടാനാണ് രാജ്ഭവൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫയൽ പരിശോധിച്ച് നിയമവശങ്ങൾ മനസ്സിലാക്കി കൂടുതൽ വിശദീകരണത്തിന് മടക്കും. ഉടൻ തീരുമാനം ഉണ്ടാകില്ല. നിലവിൽ ശിക്ഷാ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്ത ഒരു തടവുകാരിയുടെ ഫയൽ ഗവർണറുടെ തീരുമാനം കാത്ത് രാജ്ഭവനിലുണ്ട്. ചൊവ്വാഴ്ച ചേർന്ന ക്യാബിനറ്റ് ഷെറിന്റെ ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച ഫയൽ രാജ്ഭവനിൽ എത്തിയിട്ടില്ല. ഗവർണറുടെ മനസ്സറിഞ്ഞ ശേഷം മാത്രം ഫയൽ നൽകിയാൽ മതി എന്നാണ് നിലവിലെ തീരുമാനം. ജീവപര്യന്തം സംബന്ധിച്ച മുൻകാല സുപ്രീം കോടതി വിധികളും രാജ്ഭവൻ ശേഖരിക്കും. ഷെറിന്റെ കാര്യത്തിൽ സർക്കാർ എന്തിന് ഇത്ര തിടുക്കം കാണിക്കുന്നു എന്നതും വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. രാജ്ഭവനും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഒരു മന്ത്രി ഷെറിന്റെ മോചനത്തിനായി ഇടപെട്ടെന്നും ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മരിച്ച കാരണവരുടെ ബന്ധു വെളിപ്പെടുത്തിയിരുന്നു. പരാതി നൽകും. ഇതെല്ലാം മനസ്സിലാക്കിയാണ് രാജ്ഭവൻ നീങ്ങുന്നത്. ആ ഫയൽ രാജ്ഭവനിലേക്ക് സർക്കാർ അയക്കാൻ ഇടയില്ലെന്നും സൂചനയുണ്ട്. CPM-ലെ ഒരു വിഭാഗം എതിർപ്പിലാണ്. എന്നാൽ ഫയൽ രാജ്ഭവന് കൈമാറാമെന്നും തീരുമാനത്തിനായി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. അതേസമയം ഗവർണർ ഫയലിൽ ഒപ്പിട്ടാൽ TP കേസിലെ പ്രതികളുടെ ഫയൽ അയക്കും. അതേസമയം ഈ ഭാസ്കര കാർണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകാനുള്ള സാധ്യത കുറവ് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഏതാണ്ടൊരു വിലയിരുത്തൽ. എല്ലാ നിയമവിഷയങ്ങളും ഗവർണർ രാജേന്ദ്ര അർലേക്കർ തേടും. വിശദ നിയമോപദേശവും തേടും. ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷാ ഇളവ് നൽകുന്നതെന്ന് പരിശോധിക്കും. ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കും. CPM-ന് ഷെറിന്റെ ഫയലിൽ അനുകൂല തീരുമാനമെടുത്തതിൽ വിരോധമുണ്ട്. കണ്ണൂർ വിമൻ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ ഓഗസ്റ്റ് 8-ന് കൂടിയ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് നടപടി. ഇതിൽ രാജ്ഭവൻ അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയതുകൊണ്ട് ഫയൽ മുമ്പോട്ട് നീക്കിയെന്നാണ് കിട്ടുന്ന സൂചനകൾ. ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ സർക്കാർ സമ്മർദ്ദവും ചെലുത്തില്ല. നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കും. ഒരു ഘടകകക്ഷി സമ്മർദ്ദമാണ് ഈ ഫയലിന് പിന്നിലെന്നാണ് സൂചന. അത് പരിഗണിച്ചാണ് ക്യാബിനറ്റിന്റെ അനുമതി. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്ത് നിർണായക ചർച്ചയാകാനിരിക്കുമ്പോൾ ആരെയും പിണക്കാൻ സർക്കാരും CPM-ഉം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അസാധാരണ ഫയലിൽ അസാധാരണ തീരുമാനം സർക്കാർ എടുത്തത്. പക്ഷേ വിട്ടയക്കണമെങ്കിൽ വിദേശത്ത് പോകാനാണ് ഷെറിൻ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന. അതിന് പക്ഷേ ഗവർണറുടെ അനുമതി അനിവാര്യതയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.